ഞാൻ ലേഖ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ്. പെണ്ണും ചെക്കനും ഇവിടെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഒരു ചെറുക്കന് ചക്ക മേടിച്ചൊരു ചക്കക്കറി വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പ്ലാവിൽ ഒരു ഇടിച്ചക്ക ഉണ്ടായി. ആ ഇടിച്ചക്ക കൊണ്ടൊരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് ഒരു ചക്കയുണ്ടായി. അതിൽ പകുതി ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുത്ത് ബാക്കി ഒരു കഷ്ണം ചക്കയാണ്. അപ്പം നമുക്കിത് കൊണ്ടൊരു തോരൻ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെത്തി അതിൻ്റെ മുള്ള് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ മുള്ള് ചെത്തി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെച്ച് ആവി ഒന്ന് കയറ്റിയെടുക്കാം. സ്റ്റൗ കത്തിക്കട്ടെ. സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് ആവിയിലൊന്ന് വേകട്ടെ. ഇതിൽ മൂടി വെക്കാം. അപ്പം നമുക്കിനി ഒരു ജാറെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാൻ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളി, 3 ചോള ഉള്ളി, 2 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, ചെറിയ ജീരകം, ഒരു പിഞ്ച് ചെറിയ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മുളക് പൊടി. ഇത്ര സാധനം ഇട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം, ഒന്ന് ചായച്ചെടുക്കാം. ഞാൻ സ്റ്റൗ ഓഫാക്കി നമ്മുടെ ചക്കര നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കല്ല് വെച്ച് അരച്ചെടുക്കാം. അരച്ചെടുക്കട്ടെ ഇത്. അപ്പോൾ നമ്മുടെ ചക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ നല്ലോണം ചായച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്. അപ്പോൾ നമുക്ക് ഓൾറെഡി ചേച്ചി ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുക് ചടവട പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കൊച്ചുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പായിട്ടേക്കണം. നമ്മുടെ ചക്കക്ക് ഓൾറെഡി ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായി. നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് ഒരു
1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ചതച്ച് വെച്ചേക്കണം ചക്ക. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പവുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ ഉണ്ടായ ചക്കയാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ മണവാളച്ചക്കന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്ലാവിൽ ചക്ക കണ്ടപ്പോൾ ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചക്ക നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചിട്ട്. ചക്ക നമ്മൾ ഓൾറെഡി ആവിയിൽ വേവിച്ച ചക്കയാണ്. അപ്പം ഇനി അധികം വേവില്ല. നമുക്കിനി ഇതിനകത്ത് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച തേങ്ങ ആ ചതത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ചേച്ചി വളരെ ഹാപ്പിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ കല്യാണം എല്ലാം നല്ല ഭംഗിയായിട്ട്, നല്ല പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല അടിച്ചുപൊളി കല്യാണമായിരുന്നു. വളരെ ഹാപ്പിയായിരുന്നു. എല്ലാവരും വന്ന് സഹായിച്ച് മോളുടെ കല്യാണം ഭംഗിയായി. മോള് നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. ചേച്ചിക്ക് ഒരു സങ്കടം ആരോടും പറയല. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. കല്യാണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോ ദിവസം ഒതുക്കും പെറുക്കും ഒക്കെ കഴിഞ്ഞ് പണിയൊക്കെ ഒരുമാതിരി ഒതുങ്ങി എളുപ്പം മണവാളിനും മണവാട്ടിയും വീട്ടിലുള്ള കാരണം നമുക്കൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ വിരുന്ന് പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഹൽദിയുടെയും കല്യാണ വീഡിയോ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ട് തരാം. എല്ലാവരെയും കാണിക്കാം. അതൊരു കുറച്ച് ദിവസം താമസിക്കും. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനി പോകാനൊക്കെയുള്ളൂ. നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായിട്ടൊരു വിഭവമാണ്, എളുപ്പവുമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പർ. നമ്മുടെ കോട്ടയം പ്രദേശത്തൊക്കെ എപ്പോഴും ചക്കയും പുഴുക്കും മീനും ചക്കയൊക്കെയാണ്. ചക്ക എല്ലും കപ്പയും അതേപോലെ ഒരു നല്ലൊരു വിഭവമാണ് ഇത് ഇടിച്ചക്ക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയൂണിന് വേണ്ടിയിട്ടല്ല, നമ്മളിത് വെറുതെ ഒന്ന് ചായക്കോട്ട് റെഡിയാക്കി. അപ്പോൾ നമുക്ക് ഞങ്ങളെല്ലാവരും ഇത് കഴിക്കാൻ പോയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.